ആദ്യം ഒരു വലി, പിന്നൊരു കെട്ടിപ്പിടുത്തം. പാർലമെന്റിന് പുറത്ത് തടിച്ചുകൂടിയ കണ്ണുകളൊക്കെയും രാഹുലിലേക്ക് മാത്രം. ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട വനിതാ ഫോട്ടോഗ്രാഫർ പറഞ്ഞത്. തിക്കിലും തിരക്കിലും പെട്ട് പുറത്തു കടക്കാനാവാതെ നിന്ന ഫോട്ടോഗ്രാഫറെ രക്ഷിച്ചതാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റ് ക്ഷിപ്ര ദാസിനൊപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചേർത്ത് പിടിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നതും. വർഷങ്ങളായി പാർലമെന്റിൽ ഫോട്ടോ എടുക്കുന്ന ക്ഷിപ്ര ദാസ് പുരുഷ ഫോട്ടോ ജേർണലിസ്റ്റിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമിടയിൽ പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടുന്നതിനിടയിൽ രാഹുൽ അവരെ മുന്നോട്ട് വലിക്കുകയും കെട്ടിപ്പിടിക്കുകയുമായിരുന്നു. മാഡം, നിങ്ങൾ വളരെ കഠിന പ്രയത്നം ചെയ്യുന്ന സ്ത്രീയാണ്. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു. രാഹുൽ പറഞ്ഞ വാക്കുകളാണിന്ന്. തുടർന്ന് ക്ഷിപ്രദാസിനെ കാറ് വരെ രാഹുൽ ഗാന്ധി അനുഗമിക്കുകയും ചോക്ലേറ്റുകൾ നൽകുകയും ചെയ്തു. ഈ സമയത്തെ ചിത്രങ്ങളാണ് നിരവധി ആളുകളുടെ കയ്യടി നേടിയത്. കൊൽക്കത്തയിലെ ആദ്യത്തെ വനിതാ ഫോട്ടോ ജേർണലിസ്റ്റായി 1980-ലാണ് ക്ഷിപ്രദാസ് കരിയർ ആരംഭിക്കുന്നത്. 24 വർഷമായി ഇന്ത്യ ടുഡേയിലാണ് ക്ഷിപ്രദാസ് ജോലി ചെയ്യുന്നത്. ഇതിനു മുൻപ് ഡൽഹിയിൽ PTIയിലായിരുന്നു ജോലി ചെയ്തത്. 40 വർഷമായുള്ള തന്റെ കരിയറിൽ നിരവധി സുപ്രധാന സംഭവ വികാസങ്ങൾ ക്ഷിപ്രദാസിന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 1985-ലെ കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ് ഷോപ്പിൽ ഏരിയയിലുണ്ടായ തീപിടുത്തം, 1990-ൽ അയോധ്യയിൽ കർസേവകർക്ക് നേരെ വെടിവെപ്പ് പോലീസ് നടത്തിയത് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രാഹുലിന്റെ കണ്ണിനിങ്ങനെ എല്ലാം പെടുമെന്നുള്ളതാണ്. ഇതിനു മുൻപും ഒരു ചെരുപ്പ് കുത്തിയെ കണ്ടതും നമ്മൾ പറഞ്ഞിരുന്നു. അമിത്ഷായെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ കോടതികൾ കയറിയിറങ്ങി നടക്കുന്ന കാലവും സമയവും. ഇവിടെ പോകുന്ന വഴിക്ക് കണ്ട ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചെന്ന് രാഹുലും ഒരു ചെരുപ്പ് തുന്നി. പിന്നീട് ആ ചെരുപ്പിന് ധാരാളം ആവശ്യക്കാർ വന്നുവെങ്കിലും അദ്ദേഹം അതൊന്നും കൊടുത്തില്ല. എന്ന് മാത്രമല്ല, കുറെ മാസങ്ങൾക്ക് ശേഷം സോണിയുടെ വസതിയിലെത്തി താനിപ്പോൾ വെറുമൊരു ചെരുപ്പ് കുത്തിയിൽ നിന്നും ചെരുപ്പ് കച്ചവടക്കാരിലേക്ക് എത്തി എന്ന സന്തോഷവും അറിയിച്ചു. അങ്ങനെ എത്ര കഥകൾ.